Once again, a warm welcome to each and every one of you. ഇന്ന് നമുക്ക് ഒരു അവധി സീസൺ ആണെന്ന് അറിയാം, ലോങ് വീക്കെൻഡ് ആണ്. ഈ ഒരു സമയത്ത് വെബിനാർ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അറ്റൻഡ് ചെയ്യുമോ എന്നൊക്കെ ഡൗട്ട്സ് ആയിരുന്നു. പക്ഷെ എന്നാലും എനിക്കൊന്ന് സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ അറ്റൻഡ് ചെയ്യും, കാരണം നിങ്ങൾക്ക് പരീക്ഷയെ പറ്റി നിങ്ങൾ വളരെയധികം സീരിയസ് ആണ്. സോ ആ ഒരു സീരിയസ്നെസ്സോടുകൂടി ഇന്ന് വന്ന നിങ്ങളെല്ലാവർക്കും സ്വാഗതം. ഐ ഹോപ്പ് ദി സെഷൻ വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു. ആൻഡ് ഇന്നത്തെ സെഷൻ ഇസ് കോൾഡ് ഹൗ ടു ഗെറ്റ് എ റാങ്ക് ഇൻ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് 2024. അപ്പം ഈ വരുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കാം, എങ്ങനെ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് ഒരു റാങ്ക് ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ സെഷനിൽ നിന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായി സെഷനിൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഐ ജസ്റ്റ് ഗിവ് യു എൻ ഇൻഡെക്സ്. ഈ സെഷനിൽ നിന്ന് എന്തൊക്കെ കവർ ചെയ്യും എന്നുള്ളതാണ് ആദ്യമായി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് വരെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് സെഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. എന്തിന് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്? ലൈക്ക് വൈ ഷുഡ് യു റൈറ്റ് ദിസ് എക്സാം? ഓക്കെ, സെക്കൻഡ് ഇസ് ഇത് ഈ എക്സാമിനെ പറ്റിയുള്ള ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നുള്ളത്. തേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് യു ഡിസൈഡഡ് ടു റൈറ്റ് ദിസ് എക്സാം, എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം വാട്ട് ഹാവ് യു ലേൺ ഫ്രം ദ പ്രീവിയസ് എക്സാംസ്. അതായത് ലാസ്റ്റ് ടൈം KS മെൻറ്ററിന് വി ഹാഡ് 134 റാങ്ക് ഹോൾഡേഴ്സ് ഇൻ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം. അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് 3 ഇയേഴ്സിൽ നടന്നിട്ടുള്ള എല്ലാ മേജർ എക്സാംസിലും തന്നെ നമ്മുടെ ഒരു KS മെൻറ്ററിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ 5 ഉദ്യോഗാർത്ഥികൾക്ക് എവറി 1 out of 5 of our students having getting a government job. സോ ആ സക്സസ് ഞങ്ങൾ ഈ പരീക്ഷയിലും ഞങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ടോപ്പേഴ്സിൻ്റെ സ്ട്രാറ്റജി എന്താണ്, നമ്മുടെ ടോപ്പേഴ്സിൻ്റെ എക്സ്പീരിയൻസ് എന്ന് നമുക്ക് മനസ്സിലായത്, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലേണിംഗ്സ് ഫ്രം ദ ടോപ്പേഴ്സ് ആൻഡ് ദെൻ വാട്ട് ടു എക്സ്പെക്ട് ദിസ് ടൈം. ഇത്തവണത്തെ പരീക്ഷയ്ക്ക് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, അതിനെങ്ങനെ തയ്യാറെടുക്കാം, ആൻഡ് ഹൗ ടു ബി പ്രിപ്പയർഡ് ഫോർ ദിസ് ടൈം. ആൻഡ് ഓൾസോ ഇത്തവണത്തേക്ക് എങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാം, അതായത് നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എങ്ങനെ ഒരു പ്രോപ്പർ പ്ലാൻ നിങ്ങൾക്ക് തയ്യാറാക്കാം എന്നുള്ളതാണ്. ഐ തിങ്ക് പ്ലീസ് ഓഡിയൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചാറ്റിലിടുക. തൽക്കാലം മൈക്ക് മ്യൂട്ട് ചെയ്യുക, സോ ദാറ്റ് വേറെ എല്ലാവർക്കും ഇൻകൺവീനിയൻസ് ഉണ്ടാവാത്ത രീതിയിൽ. ഓക്കെ, താങ്ക്സ് അഗൈൻ. ആൻഡ് ലാസ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് വേസ്റ്റ് ടൈം. എങ്ങനെയാണ് നമുക്ക് ഒരു ഡിഫറെൻറ്റ് മെത്തേഡിലൂടെ ഏറ്റവും നിങ്ങളുടെ ചുരുങ്ങിയ സമയത്തിന് ഏറ്റവും നല്ല റിട്ടേൺ കിട്ടുന്ന രീതിയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം യൂസിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതും കൂടെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ദിസ് ഇസ് ദ ഓവറോൾ പ്ലാൻ ഫോർ ടുഡേ. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. മൈ നെയിം ഇസ് അരുൺ കൃഷ്ണൻ. ഐ ആം ദ ഡയറക്ടർ ഓഫ് KS മെൻറ്റർ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സെഷൻ. ഓക്കെ, അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് എന്താണ് ഈ പരീക്ഷ, എന്തിന് നമ്മൾ ഈ പരീക്ഷ എഴുതണം. ഓക്കെ, അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാംസ് ആണ്. അതിപ്പോൾ നമ്മുടെ ടോപ്പ് ക്വാളിറ്റി ഉള്ള ഡിഗ്രി ലെവൽ എക്സാംസിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ് 5 എക്സാംസിനകത്ത് പെടുത്താൻ പറ്റുന്നൊരു എക്സാമാണ്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഇസ് ദ ജോബ്. ഇത് ഹൈക്കോർട്ട് നടത്തുന്ന പരീക്ഷയാണ്, അതുകൊണ്ട് തന്നെ PSC എക്സാമിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ജുഡീഷ്യറിയിലേക്കാണ് നമ്മൾ ജോബിന് കയറുന്നത്. അപ്പോൾ ജുഡീഷ്യറിയിലുള്ള ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെയധികം ഒരു പ്രസ്റ്റീജിയസ് ജോബാണ്. ആ ജോബ് തരുന്ന ഒരു സെക്യൂരിറ്റി, ആ ജോബ് തരുന്ന ഒരു പ്രസ്റ്റീജ്, ആ ജോബ് തരുന്ന അതിൻ്റേതായിട്ടുള്ള പേർക്സ്, അതിൻ്റേതായിട്ടുള്ള പവർ, ഇതെല്ലാം വളരെയധികം വലിയൊരു ജോബാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജുഡീഷ്യറി നടത്തുന്ന പരീക്ഷ ആയതുകൊണ്ട് ഇതിൻ്റെ എക്സാം സൈക്കിള് പറയുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നടത്തുന്നു. അതുപോലെ തന്നെ വൺസ് ദ എൻറ്റയർ സൈക്കിൾ ഇസ് ഓവർ, നിങ്ങൾ ഈ വിത്തിൻ 1 ഇയർ തന്നെ ലിസ്റ്റ് വന്ന് നിങ്ങളെ അഡ്വൈസ് കിട്ടി നിങ്ങൾ ജോബിൽ കയറാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം തന്നെ അല്ലെങ്കിൽ വിത്തിൻ 1 ഇയർ നിങ്ങൾക്ക് ജോബിൽ കയറണം എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് എക്സാം ഫോർ യു. ഓക്കെ, ആൻഡ് പേ റേഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 39,000 തൊട്ട് 83,000 പെർ ആനം പെർ മന്ത് വരെയാണ് ഇതിൻ്റെ പേ റേഞ്ച് വരുന്നത്. അപ്പോൾ ഇറ്റ്സ് എ വെരി ഗുഡ് ഹൈലി പേയിങ് എക്സാം. അപ്പം നല്ലൊരു വെൽ പെയ്ഡ് ജോബാണ് ഈ ജോബ് എന്ന് പറയുന്നത്. ആൻഡ് അനദർ തിങ് ഇസ് ഇറ്റ്സ് എ ഹൈലി ഇൻ ഡിമാൻഡ് ജോബ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ നമുക്ക് തന്നെ അറിയാം, ലാസ്റ്റ് ടൈം നമ്മളെടുത്ത് പഠിക്കാൻ വന്നതിനകത്ത് പോലും ഒരുപാട് ആൾക്കാർ, അതിപ്പം ഓൾറെഡി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കരിയേഴ്സ് ഉള്ള വർക്കിംഗ് പ്രൊഫഷണൽസ്, പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരടക്കം ഈ പരീക്ഷ എഴുതാൻ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ബാങ്ക് മാനേജേഴ്സും അടക്കം ഈ പരീക്ഷ എഴുതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ദോ പീപ്പിൾ ഹു ഹാവ് എ ഗുഡ് കരിയർ ഔട്ട്സൈഡ്, അവർക്ക് അതിനെക്കാട്ടിലും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കരിയറാണ് ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിമാൻഡുള്ള എക്സാം തന്നെയാണ് ഇത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ട്രൈ അപ് ടു ദ ഏജ് ഓഫ് 36 for the general category, and
ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഗ്രോത്ത്. അതായത് ഈ എക്സാമിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന റോളിൽ വന്നു കഴിഞ്ഞാൽ കരിയർ ഗ്രോത്തിനുള്ള ധാരാളം സാധ്യതകൾ അതിനകത്ത് തരുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് പ്രൊമോഷൻ വഴി രജിസ്ട്രാറിൻ്റെ ലെവൽ വരെ പോകാം. ആൻഡ് ആൻ അഡീഷണൽ തിങ് ഇസ് ഇഫ് യു ഹാവ് എൻ ലോ ഡിഗ്രി, നിങ്ങൾക്ക് ഇതിനകത്ത് ജുഡീഷ്യൽ സർവീസ് എക്സാം എഴുതി മജിസ്ട്രേറ്റ് ലെവൽ വരെയും പോകാനുള്ള അവസരവും ഈ പരീക്ഷ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കരിയർ ഗ്രോത്ത് വൈസും വളരെ നല്ലൊരു എക്സാമാണ്. അപ്പം ഗവൺമെൻറ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ this is one of the best you can get in Kerala. Okay, so that's why you should write High Court Assistant exam. And about KS Mentor, this is why ഈ എക്സാം അല്ലെങ്കിൽ ഈ എക്സാമിനെ പറ്റി പറയാൻ ഞങ്ങളുടെ ക്രെഡിബിലിറ്റി എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഞങ്ങളുടെ ക്രെഡിബിലിറ്റി. ലാസ്റ്റ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനകത്ത് ഞങ്ങളുടെ 450ഓളം വരുന്ന സ്റ്റുഡൻസിനകത്ത് 134 സ്റ്റുഡൻസിനാണ് റാങ്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ടൈം വി ഹാഡ് ഡീറ്റെയിൽഡ് പ്രോഗ്രാം ഫോർ ദി സ്റ്റുഡൻസ്. അതിനകത്ത് തന്നെ വി ഹാഡ് ഡീറ്റെയിൽഡ് ഇൻ്റർവ്യൂ ഗൈഡൻസ് ഓൾസോ. അതിനകത്ത് നമ്മുടെ ജസ്റ്റിസ് ബി കമാൽ പാഷ പോലെയുള്ള വളരെ എമിനൻറ്റ് ഫിഗേഴ്സ് വന്ന് കുട്ടികളെ മെൻറ്റർ ചെയ്യുകയുണ്ടായി. അപ്പം അത്തരത്തിലുള്ള പ്രോഗ്രാമിലൂടെയാണ് നമുക്ക് ലാസ്റ്റ് ടൈം റിസൾട്ട് കിട്ടാൻ പറ്റിയത്. അപ്പോൾ ഇത്ര അധികം ആൾക്കാരുടെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ആ എക്സ്പീരിയൻസ് മാത്രമല്ല, എങ്ങനെ ഇത് സാധിച്ചു, എങ്ങനെ ഇവർക്കിത് സാധിച്ചു, എങ്ങനെ നിങ്ങൾക്കും ഇത് സാധിക്കാം എന്നുള്ളത് ഈ സെഷൻ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ about the exam. So ഇത് കേരള ഹൈക്കോർട്ട് നടത്തുന്ന പരീക്ഷയാണ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ്. 27-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു. ഏജ് ലിമിറ്റ് ഇപ്പോൾ നിലവിലൊരു 41 ആണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിനകത്ത് നിന്ന് ഇനി വരുന്ന വേക്കൻസീസ് ഇതിൽ നിന്ന് തന്നെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ദർ ക്യാൻ ബി മോർ വേക്കൻസീസ് ഓൾസോ. ഇതൊരു മിനിമം ആണ്, ഇനിയും വേക്കൻസീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദർ ഇസ് എ ഗുഡ് ഇനഫ് ചാൻസ് ദിസ് ടൈം ഇത്തവണത്തെ പരീക്ഷയ്ക്ക്. ഈ പരീക്ഷയുടെ മിനിമം റിക്വയർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50% മാർക്ക് മതി. ബാച്ചിലേഴ്സിലോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സിലോ അല്ലെങ്കിൽ ഒരു ലോ ഡിഗ്രിയാണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഫ്രം എനി ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. 2022-നകത്ത് നമ്മുടെ എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അറൗണ്ട് 60 ഔട്ട് ഓഫ് 160 ആയിരുന്നു അതിൻ്റെ ഒരു കട്ട് ഓഫ് വന്നിരിക്കുന്നത്. നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് എക്സാംസ് ചേർത്തിട്ട് വരുമ്പോഴത്തേക്കും. അതേപോലെ തന്നെ നമുക്ക് എക്സാമിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു 1 എക്സാമാണുള്ളത്. അതിനകത്ത് 2 ഫേസാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ട് 100 മാർക്കിൻ്റെ. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിൻ്റെ എക്സാമാണ്. ആൻഡ് 10 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. ഇതാണ് ഈ എക്സാമിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ ഫോർമാറ്റിനകത്ത് ഇപ്പോൾ നമുക്ക് ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇംഗ്ലീഷ്, GK, ബേസിക് മാത്സ് ആൻഡ് റീസണിങ്, ഇതാണ് ആ ഒബ്ജക്റ്റീവ് ടെസ്റ്റിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ തന്നെ ജനറൽ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്നതിനകത്ത് കൂടുതലും കോംപ്രിഹെൻഷൻ, പ്രസി, ലെറ്റർ റൈറ്റിംഗ്, എസ്സേ റൈറ്റിംഗ് തുടങ്ങിയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് 10 മാർക്കിൻ്റെ പേഴ്സണൽ ടെസ്റ്റാണ്. അപ്പോൾ ഇതിന് ഓരോ സ്റ്റേജിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുക. കാരണം ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് ഇത് പറഞ്ഞ പോലെ എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത് വ്യക്തതയില്ലെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ട് കടൽ പോലെ കിടപ്പുണ്ട്. അപ്പം എല്ലാം കൂടെ പഠിക്കാൻ പറ്റത്തില്ല. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ആവശ്യമുള്ള എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കണം. ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എഴുതി പഠിച്ച ശീലം ഉണ്ടാകത്തില്ല പലർക്കും. അപ്പോൾ അതുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഇത് നടക്കുമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള പ്രധാനമായിട്ടുള്ള പ്രശ്നം. ആൻഡ് ഇൻ്റർവ്യൂവിനകത്ത് വരുമ്പോൾ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ പേഴ്സണാലിറ്റി ടെസ്റ്റ്. സോ യു ഷുഡ് ബി പ്രിപ്പയർഡ് ടു ഫേസ് ദ ഡിഫറെൻറ്റ് സിനാരിയോസ്. അതായത് ഇൻ്റർവ്യൂവിന് വരുമ്പോഴത്തേക്ക് അവർ ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ തരാൻ സാധ്യതയുള്ള ഓരോ കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ ചോദിക്കാൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് പോയില്ലെങ്കിൽ നമുക്ക് അതും കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഇതെല്ലാം തന്നെ നമുക്ക് വിത്ത് പ്രോപ്പർ ഗൈഡഡ് പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഇപ്പം എക്സാം ആപ്ലിക്കേഷൻ ഇപ്പോൾ 3rd ഏപ്രിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അതിന് ഈ പറയുന്ന ലിങ്കിൽ, അതായത് ഹൈക്കോർട്ട് HCK recruitment.kerala codes.in എന്ന് പറയുന്ന ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആൻഡ് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം ദിസ് ഇസ് എ മിനിമം തിങ് കേട്ടോ. ഇന്ന് ഈ സെഷന് വന്നിട്ട് എല്ലാവരും മിനിമം അപ്ലൈ ചെയ്യുന്നെങ്കിലും ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഫോർ ദ ആപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ 3rd ഏപ്രിൽ ആകുമ്പോഴത്തേക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ ഡെഡ് ലൈൻ ഡേറ്റ്സ് ആണ് ഈ പറയുന്നതൊക്കെ. ഇതെല്ലാം ഈ വരുന്ന നോട്ടിഫിക്കേഷനകത്തുണ്ട്. നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ റെഫർ ചെയ്യാവുന്നതാണ്. ഓ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദീസ് ഡേറ്റ്സ്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചൂട് വരാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നതാണ്. ഈ ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ ഡേറ്റ് കാണുമ്പോഴത്തേക്കും ഒരു ചൂട് വരണമല്ലോ, കാരണം പരീക്ഷ എത്തി. നമ്മളിനി ഇറ്റ്സ് ഷോർട്ട് ടൈം. നമ്മൾ റെഡി ആവുക, നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് ഡേറ്റ്സ്.
ശരി, അപ്പോൾ എക്സാമിനെ പറ്റി ഒരു ധാരണ കിട്ടി. ഇനി നമ്മൾ ആദ്യമായിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, അതായത് ഈ സെഷൻ കേൾക്കുന്നതിനകത്ത് നിങ്ങൾക്ക് ശരിക്കും എന്തെങ്കിലും ബെനിഫിറ്റ് വേണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ച് നിങ്ങളുടെ മനസ്സിൽ തീരുമാനിക്കുക ദാറ്റ് ഈ എക്സാം നിങ്ങൾ എഴുതാൻ പോവുകയാണ്. ആൻഡ് യു ആർ ഗോണ റൈറ്റ് ദിസ് എക്സാം വിത്ത് എ ക്ലിയർ എയിം ഓഫ് ഗെറ്റിംഗ് എ റാങ്ക് ഇൻ ദിസ് എക്സാം. ചുമ്മാ എഴുതുകയല്ല, ഈ പരീക്ഷ ഞാൻ എന്തായാലും നല്ലൊരു അറ്റംപ്റ്റ് ചെയ്ത് ഈ പരീക്ഷയിൽ ഇത്തവണ ഞാൻ റാങ്ക് കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ ഉറപ്പിച്ച് തന്നെ നമ്മൾ ആദ്യം തുടങ്ങുക. കാരണം ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് സ്വയം കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ചെയ്ത് എത്ര നാൾ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് പോകാനുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ ആദ്യം സ്വയം കൊടുക്കുക. ഓക്കെ, ബിക്കോസ് വേറെ ആരുടെ അടുത്തും നിങ്ങൾ ഉത്തരവാദി അല്ല, സ്വയം മാത്രമേ ഉത്തരവാദിത്വം ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് യു ഫസ്റ്റ് കമ്മിറ്റ് ടു യുവർ സെൽഫ് ആൻഡ് സേ ദാറ്റ് യു ആർ ഗോയിങ് ടു റൈറ്റ് ദിസ് എക്സാം ആൻഡ് യു ആർ ഗോണ ഗെറ്റ് എ റാങ്ക്, യു ആർ ഗോണ ഗിവ് എ വെരി ഗുഡ് അറ്റംപ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ് നിങ്ങൾ ചെയ്യാൻ പോകുകയാണെന്നുള്ളത് ആദ്യമേ ഉറപ്പിക്കുക. കാരണം അത്തരത്തിലൊരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ബാക്കി ഈ സെഷൻ കേട്ടിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഈ സെഷൻ നമ്മൾ വെറുതെ കേട്ടിട്ട് പോയതിന് യാതൊരു ബെനിഫിറ്റ് ഇല്ലാതായി പോകും. ഓക്കെ, സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്, മേക്ക് ഷുവർ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്, ഈ പരീക്ഷ എഴുതാൻ പോവുകയാണ്, റാങ്ക് ഇത്തവണ നേടിയിരിക്കും എന്നുള്ളൊരു ദൃഢമായ വിശ്വാസത്തോടു കൂടി നിങ്ങൾ പരീക്ഷയെ അപ്രോച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഫൈറ്റിന് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം അറിയണമല്ലോ നമ്മുടെ എതിരാളി ആരാണെന്ന്, എന്തൊക്കെയാണ് അയാളുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ നമ്മൾ അറിയണമല്ലോ. സോ ഫസ്റ്റ് തിങ് ഇസ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കോമൺ പ്രോബ്ലംസ് ദാറ്റ് യു ക്യാൻ ഫേസ്. അപ്പോൾ ഇതിനകത്ത് തന്നെ പല ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടു പലരും ഇപ്പം ഫസ്റ്റ് ടൈമേഴ്സ് ആണ്, അതേപോലെ തന്നെ എക്സാം ഇതിനു മുമ്പ് എഴുതിയിട്ടുള്ളവരുണ്ട്, വേറെ പല എക്സാംസ് എഴുതിയിട്ടുള്ളവരുണ്ട്, ഈ എക്സാം എഴുതിയിട്ടില്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ജസ്റ്റ് കട്ട് ഓഫ് മിസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കോമൺ പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, ഓഫ് കോഴ്സ് ഇറ്റ്സ് പോസിബിൾ ഫോർ യു ടു അച്ചീവ് എ ഗുഡ് റാങ്ക്. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണോ എഴുതുന്നത്, 10ാമത്തെ തവണയാണോ എഴുതുന്നതും നിങ്ങളുടെ റാങ്ക് കിട്ടാനുള്ള ചാൻസ് മറ്റ് യാതൊരു ബന്ധവുമില്ല. അത് ഫസ്റ്റ് ടൈം എഴുതിയാലും 10th ടൈം എഴുതിയാലും പ്രോബിലിറ്റി ഈക്വൽ ആണെന്ന് ഞാൻ പറയുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തിങ് ഇസ് വാട്ട് ആർ ദ കോമൺ പ്രോബ്ലംസ് ദാറ്റ് യു ഗോണ ഫേസ്. ഫസ്റ്റ് തിങ് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് പീപ്പിൾ ഹു ഹാവ് നോട്ട് പ്രിപ്പയർഡ്. ഇതുവരെ തുടങ്ങിയിട്ട് പോലും ഇല്ല, നിങ്ങൾ സീറോയിൽ നിൽക്കുകയാണ്, നിങ്ങൾക്ക് ഒരു ബേസും ഇല്ല. ഓക്കെ, ഇങ്ങനെയുള്ളവർക്ക് അവരുടെ മനസ്സിലെ പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ബേസും ഇല്ല, ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. പക്ഷേ അതിനും സൊല്യൂഷനുണ്ട്. ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നോളജ് ബേസ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ഇൻട്രൊഡക്ഷറി ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബുക്സുകൾ വായിക്കുക. അത് വായിച്ച് നമുക്ക് ആ ടോപ്പിക്സ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ബേസ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ആ ബേസ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഈ പരീക്ഷ അറ്റംപ്റ്റും ചെയ്യാം. അതിനുള്ള ടെസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ബേസ് ബിൽഡ് ആയോ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് ഈ ബേസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഈ പരീക്ഷയെ സംബന്ധിച്ചോളം അത്ര ഡിഫിക്കൽട്ട് അല്ല. ഇതൊരു UPSC KS അല്ലെങ്കിൽ ഈവൻ ഡിഗ്രി എക്സാംസ്, മറ്റ് ഡിഗ്രി PSC എക്സാംസിനെ പോലും അത്ര പോലും ഇതിൻ്റെ ബേസ് അത്ര ടഫായിട്ടുള്ള കാര്യമല്ല. നമുക്ക് ഷോർട്ട് ടൈമിൽ തന്നെ നമുക്കത് പഠിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ബേസ് ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വളരെ കുറച്ച് സമയത്ത് തന്നെ ചെയ്യാൻ പറ്റും. സെക്കൻഡ് തിങ് ഇസ് ഹൈലി എക്സാം ഓറിയൻറ്റഡ് കോണ്ടന്റ് ഇസ് റിക്വയർഡ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതാണ് ഈ പരീക്ഷയെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മറ്റ് പരീക്ഷകളും ഈ പരീക്ഷ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് എന്താണോ സ്പെസിഫിക്കലി നമ്മൾ ചെയ്യേണ്ട പ്രിപ്പറേഷൻ അത് അറിഞ്ഞ് ചെയ്താലേ കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ എക്സാമിന് ഇതിനായിട്ട് മാത്രം ഒരു നേച്ചറുണ്ട്, ഈ എക്സാമിന് മാത്രമായിട്ട് ചോദിക്കാനുള്ള ചില രീതികളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണം, അത് ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് മനസ്സിലാക്കണം, അതിനകത്ത് എന്താ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അത്തരത്തിലുള്ള ഒരു കണ്ടന്റ് വായിച്ച് പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്. സോ സെക്കൻഡ് തിങ് ഇസ് യു ഡോണ്ട് നോ വാട്ട് ഇസ് ദ എക്സാക്ട് റിക്വയർമെൻറ്റ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ അതാണ് ഇന്ന് സെഷനിൽ പറയുന്നത്. അപ്പോൾ അത് കിട്ടുന്നതോടുകൂടി നിങ്ങൾക്ക് അത് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് തേർഡ് തിങ് ഇസ് സ്പെഷ്യൽ പ്രിപ്പറേഷൻ ഫോർ ഇംഗ്ലീഷ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്. ഈ എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ് ഇംഗ്ലീഷ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, അതിനെ എങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യാന്നുള്ളതും പറഞ്ഞുതരാം. അതിലേക്ക് നമുക്ക് പോവാം. ബട്ട് കീപ് ദിസ് ഇൻ മൈൻഡ്, ഇംഗ്ലീഷ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് എക്സാം. ഓക്കെ, ആൻഡ് തേർഡ് തിങ് ഇസ് ഞാൻ ഈ പറഞ്ഞ പോലെ GK നമ്മൾ കണ്ടു, പേപ്പറിൽ GK ഉണ്ട്. പക്ഷേ GK എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, എന്തും ചോദിക്കാം. പത്രത്തിൽ എല്ലാ ദിവസവും പത്രത്തിലൊരു 100,000 കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ വായിച്ച് പഠിച്ച് ഇതെല്ലാം തലയ്ക്കകത്ത് കയറ്റി വയ്ക്കാനുള്ള മെമ്മറി പവറൊന്നും നമുക്ക് ആർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതുകൊണ്ട് ചെയ്യേണ്ടത് എന്താണ്? വളരെ സ്ട്രാറ്റജിക്കായിട്ട്, വളരെ ഓപ്റ്റിമലായിട്ട് എന്താണോ വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനൊരു സ്ട്രാറ്റജിക് അപ്രോച്ചിൽ പോകണം. അതായത് ഇത്ര തരം GK ഉണ്ട്, അത് ഓരോ ടൈപ്പ് ഓഫ് GK എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക്
റൈറ്റ് ടൈമിൽ ഇത് കവർ ചെയ്ത് പ്രോപ്പർലി പ്രിപ്പയർഡ് ആയിട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ജി കെക്കും ഈ പറഞ്ഞ പോലെ ഗൈഡഡ് പ്രിപ്പറേഷൻ വേണം. എന്ത് ജി കെ എന്നുള്ള ചോദ്യം വളരെ റെലവൻ്റ് ആണ്. ജി കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫാക്ട് ഫയലോ ഇതൊക്കെ വായിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് മാത്രമല്ല, അതിനകത്ത് എന്താണ് ചോദിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ആൻഡ് ദ അതർ തിങ് ഇസ് ടൈം ഫാക്ടർ. കാരണം ഇത് ഇത്രയും സമയത്തിനുള്ളിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് തീർക്കണ്ടേ, അത് ചെയ്യാമെന്നുള്ളത് അത്ര എളുപ്പമല്ല. അപ്പോൾ അതിനും ടൈം മാനേജ്മെൻറ്റ് ഇസ് ഓൾസോ ക്രിട്ടിക്കൽ. നിങ്ങൾ എങ്ങനെ ഇന്ന് തൊട്ട് അപ്ലൈ ചെയ്യുന്നത് തൊട്ട് പരീക്ഷ വരെയുള്ള നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള 3-4 months എന്ന് പറയുന്ന സമയം എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള സ്ട്രാറ്റജൈസിങ് പ്ലാനിങ് അത്യാവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ബേസിക്കലി ദ തിങ് ഇസ് ലൈക്ക് ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ. നിങ്ങൾ ഇതിനകത്ത് പല പേപ്പേഴ്സിനകത്ത് ഇപ്പോൾ നമ്മൾ പലരും വിചാരിക്കും ഇംഗ്ലീഷ് ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ ഈസി അല്ലേ, നമുക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം, അത്ര പാടുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ വിചാരിക്കരുത്. ഓവർ കോൺഫിഡൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതുവരെ പറഞ്ഞതൊക്കെ അണ്ടർ പ്രിപ്പറേഷൻ്റെ ആണ്. അതായത് നമ്മൾ പ്രോപ്പർലി പ്രിപ്പയർ ചെയ്യാത്ത കേസാണ്. ഇതല്ല, ഇതും പ്രോപ്പർലി പ്രിപ്പയർ ചെയ്യാത്ത കേസ് തന്നെയാണ്. പക്ഷേ വേർ യു ആർ ഓവർ കോൺഫിഡൻറ്റ്, സോ ഡോണ്ട് ഡു ദാറ്റ്, ബി പ്രിപ്പയർഡ്, അങ്ങനത്തെ ഒരു കേസും. ഇതൊക്കെയാണ് പൊതുവേ ഈ പരീക്ഷയിൽ വരുന്ന ആൾക്കാർക്ക് റാങ്ക് കിട്ടാതിരിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ റാങ്ക് കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കാട്ടിലും റാങ്ക് കിട്ടാതിരിക്കാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് അതൊന്നും ചെയ്യാതിരിക്കുക. അപ്പോഴത്തേക്ക് അത് ആവർത്തിക്കാതിരിക്കുന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് റാങ്ക് കിട്ടാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ PYQ അനാലിസിസ്. അപ്പം പരീക്ഷകളെ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ പരീക്ഷയെ പഠിക്കണം. ആ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് മുമ്പ് പരീക്ഷയെ പഠിക്കണം. അതാണ് KS മെൻറ്ററിൻ്റെ ഞങ്ങളുടെ USP എന്ന് പറയുന്നത്. ഞങ്ങൾ ഏത് പ്രൊഡക്റ്റാണോ അല്ലെങ്കിൽ ഏത് പരീക്ഷയാണോ നമ്മൾ കോഴ്സ് ഇറക്കുന്നത്, ഞങ്ങൾ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടൈം വി ഹാവ് ദ ലാർജസ്റ്റ് എക്സാം റിസർച്ച് ടീം ഇൻ കേരള ആൻഡ് അവർ ഫാക്കൽറ്റി ആൻഡ് റിസർച്ച് ടീം സ്പെൻഡ് എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടൈം റിസർച്ചിങ് ആൻഡ് റിയലി സ്റ്റഡിങ് ദി എക്സാം. പരീക്ഷയെ പഠിക്കാൻ ഞങ്ങൾ കൺസിഡറബിൾ എമൗണ്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയും നമുക്ക് എങ്ങനെ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളതിന് നമ്മൾ ആ പരീക്ഷയെ പഠിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഇന്ന് മമ്മൂട്ടിയുണ്ട്. മമ്മൂട്ടിയുടെ വെറുതെ നിൽക്കുകയല്ല, മമ്മൂട്ടി എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് 2 yearsൻ്റെ പേപ്പേഴ്സാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനകത്ത് 2020യുടെയും 2022യുടെയും ലേറ്റസ്റ്റ് 2 പേപ്പേഴ്സാണ്. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോഴത്തേക്കും ഈ ബ്ലൂ എന്ന് പറയുന്നത് 2020 ശതമാന കണക്കും, ഓറഞ്ച് എന്ന് പറയുന്നത് 2022 പെർസെൻറ്റേജ് സ്പ്ലിറ്റപ്പുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇംഗ്ലീഷിന് 30%, GKക്ക് 50%, മാത്സ് ആൻഡ് റീസണിങ് 20%, ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് മാറി 2022 ആയപ്പോഴത്തേക്കും 50% മാർക്സ് ഇംഗ്ലീഷിന് ആണ്. ഞാൻ പറഞ്ഞ ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻസ് കൂടിയതാണ്. അതേപോലെ തന്നെ 40% GKക്ക് ഒരു നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ആൻഡ് ലാസ്റ്റിൽ 10% മാത്രമായി എന്തായി ബേസിക് മാത്സ് ആൻഡ് റീസണിങ്. നോക്കി ഇവിടെ 20%-ഉം 10% ആക്കി മാറ്റി. അപ്പോൾ ഇതൊരു എക്സാമിന് നല്ലൊരു ഷിഫ്റ്റ് വന്നിരിക്കുകയാണ്. ആൻഡ് ഇപ്പം നിങ്ങൾ ലേറ്റസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് ഈ 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവിൽ സ്പ്ലിറ്റപ്പ് എന്താണെന്ന്. ആൻഡ് ഇഫ് യു സീ ദാറ്റ് യു ക്യാൻ സീ ദാറ്റ് ഈ പുതിയതായിട്ടുള്ള സ്പ്ലിറ്റാണ് ഇപ്പോഴത്തെ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അതായത് 50% ഇംഗ്ലീഷ്, 40% GK ആൻഡ് 10% ക്വാണ്ട്. ഇതാണ് ഈ വർഷവും ഇതേ സ്പ്ലിറ്റപ്പിലായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അവരങ്ങനെ തന്നെ നോട്ടിഫിക്കേഷനകത്ത് ആ സ്പ്ലിറ്റപ്പ് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഇംഗ്ലീഷ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, GK എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ക്വാണ്ട് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഓക്കെ, ആൻഡ് നൗ ലെറ്റ്സ് കം ബാക്ക് ടു മമ്മൂട്ടി. എന്താ മമ്മൂട്ടിയോടെ നിൽക്കുന്നത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻസ് ഈ ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷ ആകുന്നതുകൊണ്ടാണ് ഈ ഹൈക്കോർട്ടിനകത്ത് ഇംഗ്ലീഷ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ജോബ് റോളിൽ നിങ്ങൾ പോകുമ്പോൾ your job responsibility is basically to prepare and maintain the documents related to court proceedings, to communicate and give out updates to people about case proceedings, തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ലീഗൽ കേസിൻ്റെ നടത്തിപ്പ്, കോടതിയുടെ നടത്തിപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും ആവുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് ലീഗൽ ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആൻഡ് അവിടെയാണ് ഇംഗ്ലീഷിന് പ്രാധാന്യം ഭയങ്കരമായിട്ട് വരുന്നത്. സോ യു ഷുഡ് ബി ഇൻ എ പൊസിഷൻ ടു റിയലി റീഡ്, റൈറ്റ്, അണ്ടർസ്റ്റാൻഡ്, കോംപ്രിഹെൻഡ് ആ ഒരു ലാംഗ്വേജ്. ഇപ്പോൾ മമ്മൂട്ടി പല സിനിമയ്ക്കകത്തും പറയുന്ന പോലെ വളരെയധികം എന്താ പറയുക, കടിച്ച പൊട്ടാത്ത ബോംബാസ്റ്റിക് വേർഡ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പരീക്ഷയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബിക്കോസ് അങ്ങനത്തെ ലാംഗ്വേജ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതുമായിട്ട് ഫെമിലിയർ ആയിരിക്കണം. അതാണ് ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ ദിസ് എക്സാം ഗിവ്സ് വെരി ഹൈ ഇമ്പോർട്ടൻസ് ടു ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് ആൻഡ് ഓൾസോ യുവർ നോർമൽ ഇംഗ്ലീഷ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ സബ്ജക്റ്റ് വൈസ്. അപ്പം ഒബ്ജക്റ്റീവ് ടെസ്റ്റിനകത്ത് ഇംഗ്ലീഷിലെ ട്രെൻഡ് എന്താണ്, GKയിലെ ട്രെൻഡ് എന്താണ്,
ക്വാണ്ടിലെ ട്രെൻഡ് എന്താണ്, എങ്ങനെ നമുക്ക് അതിനനുസരിച്ച് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് വെച്ചാൽ നമ്മൾ യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ഇസ് നമുക്ക് വേണ്ടത് കട്ട് ഓഫ് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ കട്ട് ഓഫിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു 60 തൊട്ട് നമുക്ക് നോക്കുമ്പോൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് 75, 80 വരെയൊക്കെ സ്കോർ ചെയ്ത് 77 വരെയൊക്കെ സ്കോർ ചെയ്ത ആൾക്കാരുണ്ട് ലാസ്റ്റ് ടൈമൊക്കെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സേഫ് സ്കോർ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എയിം ചെയ്യേണ്ടത് റാങ്ക് കിട്ടി ജോലിക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റിനകത്ത് നമ്മളൊരു 65 to 70 സ്കോറെങ്കിലും നമ്മൾ മിനിമം ആയിട്ട് നമ്മൾ എയിം ചെയ്യണം. ഓക്കെ, സ്ക്രീനിൽ അത് കുറച്ച് കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സബ്ജക്ട്സിൻ്റെ ലിസ്റ്റൊക്കെ എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് വിസിബിലിറ്റി പ്രോബ്ലം ഉണ്ടാകുന്നത്. ഞാൻ പക്ഷെ അത് പറയാം, അത് കുഴപ്പമില്ല. ഇത് നമ്മൾ എന്തായാലും ഈ വീഡിയോ യൂട്യൂബിലും വരുന്നുണ്ടാവും. ആൻഡ് ഇത് ജസ്റ്റ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഒരു സബ്ജക്റ്റ് ലിസ്റ്റാണ്, ടോപ്പിക് ലിസ്റ്റാണ്. ഓക്കെ, ഞാനത് പറയാം, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് കേൾക്കാൻ പറ്റും. അത് ക്ഷമിക്കണം, കാരണം ഇത്രയധികം സബ്ജക്റ്റിന് ലിസ്റ്റ് ആയതുകൊണ്ടാണ് ഇത് ഇച്ചിരി ചെറിയ ഫോണ്ടായി പോയത്. ഓക്കെ, അപ്പം ഇംഗ്ലീഷിനെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെൻഡ് നമ്മൾ നോക്കുമ്പോൾ വാട്ട് വി ക്യാൻ സീ ഇസ് ദാറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പം ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി. 50% ക്വസ്റ്റ്യൻസ് 50 മാർക്കിന് ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് വരുന്നുണ്ട്. ആൻഡ് അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ 50 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ ഏത് ചോദ്യങ്ങളിൽ നിന്നാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യത ഉള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ we categorized it into easy, medium, difficult. അതായത് ഇംഗ്ലീഷിൽ തന്നെ വന്നിരിക്കുന്ന കഴിഞ്ഞ ചോദ്യങ്ങളിൽ അതിൽ ഏതൊക്കെയാണ് ഈസി, ഏതൊക്കെയാണ് മീഡിയം, ഏതൊക്കെയാണ് ഡിഫിക്കൽട്ട് എന്നുള്ള രീതിയിൽ നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്തു. ആ കാറ്റഗറൈസേഷൻ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അറൗണ്ട് 10 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈസി ആയിട്ട് വന്നിരിക്കുന്നത്. മുൻപ് 16 ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈസി എണ്ണത്തിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം മീഡിയം ഡിഫിക്കൽട്ടി ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണവും നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കട്ട് ഓഫ് നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷിനകത്ത് നമ്മളൊരു 30-35 മാർക്സ് നമ്മൾ സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ഈ 50 മാർക്സിനകത്ത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തായാലും ഈ 10 ഈസി എന്ന് പറയുന്നത് നമുക്ക് ഷുവറായിട്ട് കിട്ടും. അത് പക്ഷേ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും കിട്ടും. ഓക്കെ, അതുകൊണ്ട് ആ 10 മാർക്ക് കിട്ടുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ആ 10 മാർക്ക് കിട്ടിയേ പറ്റൂ. ഓക്കെ, അതിൽ നോ കോംപ്രമൈസ്. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് കിട്ടാൻ പോകുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 22 മാർക്കോളം മീഡിയം കിടപ്പുണ്ട്. ഈ മീഡിയത്തിലുള്ള 22 മാർക്കാണ് നമ്മുടെ ഡിസൈഡിങ് മാർക്കുകൾ. കാരണം ഇതാണ് നമ്മുടെ പ്രോപ്പർ പ്രിപ്പറേഷനിലൂടെ നമുക്ക് കിട്ടാനുള്ള മാർക്ക്. അപ്പോൾ നമ്മുടെ ഈ 10+ ഈ 22 എന്ന് പറഞ്ഞാൽ ഈ 32 മാർക്സ് നമുക്ക് നമ്മുടെ കയ്യിലിരിക്കണം. കാരണം അത് നമുക്ക് പ്രിപ്പറേഷനിലൂടെ അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ഡിഫിക്കൽട്ടാണ്. ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും കൂടെ ആൻസർ ചെയ്യാം. പക്ഷേ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിൻ്റെ പ്രശ്നം എന്താണ്? ചിലപ്പോൾ അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ അത് ഗുഡ് തിങ് ഇസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല പ്രത്യേകിച്ച് ആർക്കും ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. പക്ഷേ അത് ഒരു റിസ്കി സ്ട്രാറ്റജിയാണ്. കാരണം ഈ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് അത് എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതിലും നല്ലത് നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള മാർക്ക് ഇരിക്കുന്നത് ഈ ഈസിയിലും മീഡിയത്തിലും ഇരിപ്പുണ്ട് ആവശ്യമുള്ള മാർക്ക്. അപ്പോൾ അത് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് ഈസി മീഡിയം ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ പ്രിപ്പയർ ചെയ്താൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഷുവറായിട്ടും പിടിക്കാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് കിട്ടാം. പിന്നെ നമുക്ക് ഡിഫിക്കൽട്ടി കിട്ടുന്നതൊക്കെ ബോണസാണ്. ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മാർക്കൂടെ വന്നാൽ ഷുവറായിട്ട് നമുക്ക് കട്ട് ഓഫ് കയറാൻ പറ്റും. അതാണ് ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മാർക്ക് ഉറപ്പിച്ച് പഠിക്കാനുള്ളൊരു സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ അതിനകത്ത് തന്നെ നമുക്കിവിടെ ടോപ്പിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ ഇംഗ്ലീഷിൽ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് കാണുന്ന ടോപ്പിക്സ് തന്നെയാണ് സെൻറ്റൻസ് കംപ്ലീഷൻ, ഇഡിയംസ്, മീനിങ്സ്, എറ്റിമോളജി അതായത് വാക്കുകൾ എങ്ങനെ ഉണ്ടാവുന്നത്, ക്വസ്റ്റ്യൻ ടാഗ്സ്, സിംഗുലർ, പ്ലൂറൽ, പാസേജ് കംപ്ലീഷൻ. ഇതെല്ലാം നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ കാണുന്ന ഇംഗ്ലീഷിൻ്റെ ഇത് തന്നെയാണ്. നെഗറ്റീവ് മാർക്ക് ഉണ്ട് പരീക്ഷയ്ക്ക്, 1/4 മാർക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പോൾ അത് കെയർഫുൾ ആയിട്ടിരിക്കണം, ചുമ്മാ കറക്കി കുത്താൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്തുള്ള അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിനകത്ത് ഈ ഒരു ഈസിന്ന് നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ മീഡിയം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഓക്കെ, അപ്പം കുറച്ചുകൂടെ ഇംഗ്ലീഷിന് നല്ല രീതിക്ക് പ്രിപ്പറേഷൻ ആവശ്യമാണ് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ആൻഡ് ഈ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിനകത്ത് തന്നെ കുറച്ച് ജുഡീഷ്യറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ടേംസും കാര്യങ്ങളൊക്കെ വരുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ബീയിങ് എ പ്രൊഫൈൽ ഓഫ് ജോബ് അങ്ങനെ ആവുന്നതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനുള്ള സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ്. ഈ ക്വസ്റ്റ്യൻസ് ഏരിയ വൈസ് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്, ഈസി ക്വസ്റ്റ്യൻസ്, അത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള നല്ല വർക്ക്ഷീറ്റ്സ് നമ്മൾ ഉണ്ടാക്കി ആ വർക്ക്ഷീറ്റ്സ് നമ്മൾ ധാരാളമായി പ്രാക്ടീസ് ചെയ്യണം. അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ ഇംഗ്ലീഷിൻ്റെ മാർക്ക് ഷുവറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ പ്രാക്ടീസ് പ്രോപ്പർലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടും. ആ റൈറ്റ് ആയിട്ടുള്ള വർക്ക്ഷീറ്റ്സ് എടുക്കണം. ഓക്കെ, അതാണ് ഇതിനകത്ത് ഡിഫറൻസ് മേക്ക് ചെയ്യുന്ന കാര്യം. ഇത് സ്റ്റാൻഡേർഡായിട്ട് നമ്മുടെ ഇംഗ്ലീഷിൽ വരുന്ന ടോപ്പിക്സ് ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത്
ഇത് നമ്മുടെ യൂട്യൂബിനകത്ത് നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്കും വിൽപ്പെട്ടിരുന്ന ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. അതായത് ഈസി ക്വസ്റ്റ്യൻ എന്താണ്, ഒരു മീഡിയം ക്വസ്റ്റ്യൻ എന്താണ്, ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എന്താണ്. കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാനത് ക്വസ്റ്റ്യൻ വായിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷിനകത്ത് ഈസി ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ലെറ്റ്സ് ഗോ ഡാഷ് നെക്സ്റ്റ് വീക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ ഫിഷിംഗ് നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോൾ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഒരു മീഡിയം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? വിന്നി ഇസ് എ സൗണ്ട് മെയ്ഡ് ബൈ, അതായത് ആനിമൽസ് ഉണ്ടാക്കുന്ന പല സൗണ്ട്സിനെ പറ്റി. ഓക്കെ, ഇപ്പം സീബ്ര അല്ലെങ്കിൽ ഔൾ, റാബിറ്റ്, ഓരോ ആനിമൽസിൻ്റെ സൗണ്ട്സ്, അതേപോലെ തന്നെ വേർഡ്സ്. അപ്പം ടാൻറ്റമൗണ്ട് മീൻസ്. ഓക്കെ, അപ്പോൾ മീഡിയം ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ടാൻറ്റമൗണ്ട് മീൻസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ കുറച്ച് റീഡിങ് നല്ല രീതിക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം വാക്കുകളൊന്നും നമ്മൾ കേട്ട് അധികം പരിചയിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു ചലഞ്ച് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ വർക്ക് ഷീറ്റ്സ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്താൽ ഇത് പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻസ്. പക്ഷേ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒരു തവണ പ്രോപ്പർലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫെമിലറൈസ് ആയി കഴിഞ്ഞാൽ ഈ മീഡിയം ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. അല്ല, അത്രയും വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ വരുന്നതാണ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് മീൻസ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ഫ്രേസസ് ആണ് നമുക്ക് തരുന്നത്. ഈ ഫ്രേസസ് നമ്മൾ കോമൺ ഇംഗ്ലീഷിൽ കാണുന്നതായിരിക്കത്തില്ല. ഇതിപ്പം ഒരുപാട് ലിറ്റററി വർക്ക്സിലൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പം നിങ്ങൾ കുറച്ച് ക്ലാസിക്കലായിട്ടുള്ള നോവൽസോ, ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെയോ അല്ലെങ്കിൽ പോയംസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കുകയാണെങ്കിലായിരിക്കും കൂടുതൽ ഇങ്ങനത്തെ ടേംസും ഫ്രേസസൊക്കെ ആയിട്ട് നിങ്ങൾ ഫെമിലിയർ ആവുന്നത്. അപ്പം അതും ഇല്ലാത്ത മെജോറിറ്റി ആൾക്കാർക്കും അത്തരത്തിലുള്ള വായനാശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരാറുണ്ട്. ഇപ്പോൾ കൊട്ടീഡിയൻ റെഫേഴ്സ് ടു. ഓക്കെ, അതേപോലെ തന്നെ ഡാനിയൽ കെയിം ടു ജഡ്ജ്മെൻറ്റ് ഈസ് വെരി ഡാഷ്. അപ്പോൾ ഈ ഇത്തരം ഫ്രേസസ് എന്ന് പറയുന്നത് ഇതെല്ലാം ഷേക്സ്പീരിയൻ ആയിട്ടുള്ള ക്ലാസിക്സിനകത്തൊക്കെ വന്നിരിക്കുന്ന ടേംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വായന ഇല്ലാത്തതുകൊണ്ട് നമുക്കത് വളരെ എളുപ്പത്തിൽ കിട്ടണമെന്നില്ല. കുറച്ച് ഡിഫിക്കൽട്ടാണ് ഈ ഏരിയാസ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള മാർക്ക് ഡിഫിക്കൽട്ടിൽ പിടിക്കേണ്ട ആവശ്യമില്ല, മീഡിയത്തിൽ ഈസിയിലും കിടപ്പുണ്ട്. അപ്പോൾ അത് ആദ്യമേ ഷുവർ ആക്കുക. അതിനുശേഷം നമുക്ക് ഡിഫിക്കൽട്ടും നമുക്ക് വർക്ക്ഷീറ്റ്സിലൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ടും ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള കട്ട് ഓഫിൻ്റെ മാർക്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ചില എക്സാമ്പിൾസ്. നെക്സ്റ്റ് നമുക്ക് ജി കെയിലോട്ട് പോവാം. അപ്പോൾ ജി കെയിലോട്ട് കാണുമ്പോഴത്തേക്കും കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം 40 മാർക്സിനാണ് ജി കെ ഇപ്പോൾ വരുന്നത്. ആ ജി കെക്കകത്ത് തന്നെ നമ്മൾ നേരത്തെ നോക്കുമ്പോഴത്തേക്കും ഈസി, മീഡിയം, ഡിഫിക്കൽട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ നമുക്കൊരു 20-21 ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് വന്നിരുന്നത് അതിപ്പോൾ നേരെ പകുതിയായിട്ട് മാറി. ഓക്കെ, പക്ഷേ അറ്റ് ദ സെയിം ടൈം മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് റഫ്ലി അതേ ലെവലിൽ തന്നെ നിൽപ്പുണ്ട്. ഇപ്പോഴും മീഡിയം ക്വസ്റ്റ്യൻസ് അറൗണ്ട് പകുതി ക്വസ്റ്റ്യൻസും മീഡിയം ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രാറ്റജി സെയിം ആണ്. കട്ട് ഓഫിന് വേണ്ടിയിട്ട് ഈസി പ്ലസ് മീഡിയം നമ്മൾ ടാർഗറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെയും കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും ഉണ്ട്. അറൗണ്ട് 12 ക്വസ്റ്റ്യൻസോളം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നതല്ല. അപ്പം പക്ഷേ ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ സഫീഷ്യൻ്റ്ലി നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ളത്. കാരണം ഇത് 12 + 16 അറൗണ്ട് 28-30 മാർക്സോളം ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. അത് വെച്ചാൽ നമുക്ക് ഷുവറായിട്ടും കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡിഫിക്കൽട്ട് ചെയ്യാൻ പറ്റിയാൽ ബോണസ്. കാരണം നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, അത് മിക്കവാറും ആർക്കും ചെയ്യാൻ പറ്റുന്നില്ലാവില്ല. ഓക്കെ, അപ്പം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് അല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ടാർഗറ്റ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻ വർഷ പേപ്പറിൽ നോക്കുമ്പോഴത്തേക്കും കൂടുതലും ബാങ്കിങ് സ്റ്റൈലിലുള്ള ബാങ്കിങ് എക്സാംസിൻ്റെ രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ജി കെ ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അത് കൂടുതലും സ്പോർട്സ് പേഴ്സണാലിറ്റീസിനെ പറ്റിയും ഒക്കെ ആയിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മുടെ ഡിഗ്രി PSCയുടെ സ്റ്റാൻഡേർഡിൽ വരുന്ന ജി കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരു സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ റീസെൻ്റ്ലി ഉള്ള എക്സാമിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് തന്നെ വേറൊരു ട്രെൻഡ് നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ജുഡീഷ്യറി റിലേറ്റഡ് ആയിട്ടുള്ള ലിങ്ക്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. അപ്പോൾ ജി കെക്കകത്ത് തന്നെ കുറച്ച് ജുഡീഷ്യറി ലിങ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് തന്നെ വളരെ ഫേമസ് ആയിട്ട് വരുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള കമ്മീഷനുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ജഡ്ജിമാരെ പറ്റിയോ മേജർ ഫേമസ് ആയിട്ടുള്ള ജഡ്ജസിനെ പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പേഴ്സണാലിറ്റീസ് ആയിട്ട് ജി കെയിലത്തൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ചുള്ള കോണ്ടന്റ് നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് പിക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ചോദിക്കാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ് ഈ പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പോൾ അത് അത്തരത്തിലുള്ള റിസർച്ച് ചെയ്ത് ആ ടോപ്പിക്സ് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചെടുത്തു കഴിഞ്ഞാൽ
ഇറ്റ്സ് ഹൈലി പ്രോബിൾ ദാറ്റ് ദീസ് സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ ദിസ് എക്സാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 15-20 മാർക്സ് നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കണം എന്തായാലും ജി കെക്കകത്ത്. ഓക്കെ, അങ്ങനെ മാത്രമേ നമുക്ക് നമ്മുടെ 65 to 70 എന്ന് പറയുന്ന കട്ട് ഓഫിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ജി കെക്കകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇത് ജി കെയുടെ ടോപ്പിക്സിൻ്റെ ലിസ്റ്റാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്യാം. എൻവയൺമെൻറ്റ്, ജോഗ്രഫി, ജനറൽ സയൻസ്, കറണ്ട് അഫയേഴ്സ്, ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് തന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ജുഡീഷ്യറി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, കേരള ഹിസ്റ്ററി, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പൊളിറ്റിക്സ് കേരളത്തിലെ, പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT, ഏൻഷ്യൻ്റ് ഇന്ത്യ, ഫിലോസഫി 1-2 ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ വലിയൊരു ഇതായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മുഗൾ പീരീഡിനെ പറ്റി, പിന്നെ ചില ബുക്സ്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിരളമായിട്ട് 1-2 ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ബൈ ആൻഡ് ലാർജ് ബാക്കിയൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ടോപ്പിക്സിൻ്റെ ലിസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇതിനകത്തുനിന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് കുറച്ച് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് സബ് ടോപ്പിക്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ കൂടുതലും നാഷണൽ മൂവ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് സൊസൈറ്റി, കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, ഹെറിറ്റേജ് തുടങ്ങിയ കാര്യങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ, പോളിറ്റിക്കകത്താണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ്, ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവൺമെൻറ്, പാർലമെൻറ്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ, ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഇവൻറ്റ്സ്, ആർട്ടിക്കിൾസ്, ഷെഡ്യൂൾസ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്സ് തുടങ്ങിയ ഏരിയാസൊക്കെയാണ് പോളിറ്റിക്കകത്ത് നിന്ന് വരുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ചില ക്വസ്റ്റ്യൻസിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. ഈസി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? ഓൺലി കേരളൈറ്റ് മെൻഷൻഡ് ഇൻ ദ ഓട്ടോബയോഗ്രഫി ഓഫ് മഹാത്മാഗാന്ധി. Name the hormone which induces fruit ripening process in plants. ഫ്രൂട്ട്സിനെ എളുപ്പം പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൈപ്പൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഇതൊക്കെയാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ എന്താ പറയുക, കോമൺ ആയിട്ട് തന്നെ നമ്മൾ ഒരുപാട് ഡിഗ്രി PSCയിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് GK തന്നെയാണ്. വലിയ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസ് എടുത്ത് നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി മീഡിയം ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം മീഡിയം ക്വസ്റ്റ്യൻസിനകത്ത് ദ സെലക്ഷൻ കമ്മിറ്റി ദാറ്റ് സെലക്ട്സ് ലോക്പാൽ ഇൻ ഇന്ത്യ. അപ്പോൾ ഇത് ലോക്പാൽ എന്ന് പറയുന്ന ഒരു ബോഡിയുണ്ട്. ലോക്പാലിൻ്റെ സെലക്ഷൻ കമ്മിറ്റിയെ പറ്റിയുള്ള ചോദ്യമാണ്. അപ്പോൾ ലോക്പാൽ, ലോകായുക്ത എന്നൊക്കെ പറയുന്നതിനകത്ത് ജുഡീഷ്യറിയായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ജുഡീഷ്യറി ക്വാസി ജുഡീഷ്യൽ ബോഡീസാണ്. അപ്പോൾ അത്തരം ബോഡീസിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അതേപോലെ തന്നെ വാട്ട് ഈസ് ദ ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് ദ ഫോളോയിങ് ഹാപ്പനിങ്സ്. ഇതെന്ന് വെച്ചാൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്തുനിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. അതായത് മോഡേൺ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിനകത്തു നിന്നുള്ള വളരെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള മേജർ ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് ഓഫർ, ലക്നൗ പാക്ട്, ചമ്പരൻ സത്യാഗ്രഹ, ജാലിയൻ വാലാബാഗ് മാസക്കർ തുടങ്ങിയ വളരെ നമ്മൾ ഒരുപാട് കേട്ട് അല്ലെങ്കിൽ എത്രയും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഇൻ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ആയിട്ടുള്ള സീക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മീഡിയം ക്വസ്റ്റ്യൻ ആണ്. മീഡിയം ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പക്ഷേ വളരെ മിനിമൽ പ്രിപ്പറേഷനിൽ ആൻസർ ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ മൂവ്മെൻറ്റ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും നാഷണൽ മൂവ്മെൻറ്റിലെ പ്രധാന കാലഘട്ടങ്ങളും ഓരോ കാലഘട്ടത്തിൽ നടന്ന പ്രധാനമായിട്ടുള്ള സംഭവങ്ങളും നമ്മളൊരു കഥയായിട്ട് നമ്മൾ ആ നെറേറ്റീവ് അല്ലെങ്കിൽ ആ ക്രോണോളജി, ആ ഒരു ഓർഡർ ഓഫ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഓരോ കാലഘട്ടത്തിൽ നടന്ന മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള ഒരൊറ്റ ക്ലാസ് പ്രോപ്പർലി ഇരുന്ന് അറ്റൻഡ് ചെയ്ത് കേട്ടാൽ മാത്രം മതി ഈ ചോദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രിപ്പറേഷൻ ഇല്ലാതെ പറ്റില്ല, പക്ഷേ മിനിമൽ പ്രിപ്പറേഷൻ പ്രോപ്പറായിട്ട് നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഇവൻറ്റ്സിൻ്റെ ഒരു ഓർഡർ നിങ്ങൾ ഒരു ക്ലാസ്സിലെങ്കിലും അല്ലെങ്കിൽ ഒരു നോട്ടിലെങ്കിലും പ്രോപ്പർലി വായിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കട്ട് ഓഫ് എല്ലാം മീഡിയമിൽ ഈസിയിലും കിടപ്പുണ്ട്. അത് ഇത്തരത്തിലുള്ള പ്രിപ്പറേഷൻ മതി. അത് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കിട്ടാൻ പറ്റും. ഇനി നമുക്ക് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. ടോട്ടൽ നമ്പർ ഓഫ് അമെൻമെൻറ്റ്സ് ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ഓഫ് ഒക്ടോബർ 2021. അതായത് ഇതുവരെയും ഒക്ടോബർ 2021 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതുവരെ എത്ര അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ചോദ്യം. അത് എല്ലാവർക്കും അറിയണമെന്നില്ല, എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഡിഫിക്കൽട്ട്, റൈറ്റ്? അപ്പം പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഈ ചോദ്യങ്ങൾ കിട്ടിയില്ല എന്ന് വെച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് കട്ട് ഓഫിനുള്ള മാർക്സ് എല്ലാം ഇവിടെ കിടപ്പുണ്ട്. അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് ഓക്കെ, ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ വാട്ട് ഐ എം സേയിങ് ഇസ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ GK അല്ലെങ്കിൽ ആ ഫാക്റ്റോ അത്ര സ്പെസിഫിക് ആണ് ദാറ്റ് നമുക്ക് അതിന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്ന സമയം നമുക്ക് മുതലാകത്തില്ല. ഇറ്റ്സ് നോട്ട് എ ഗുഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ടൈം ഇൻവെസ്റ്റഡ്, ബിക്കോസ് അത് ചോദിക്കാനുള്ള ചാൻസസ് അത്ര കുറവാണ്. നമ്മൾ അത്രയും ഡീപ്പായിട്ട് പോയിട്ട് ഇത് പഠിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് ആവശ്യത്തിലധികം മാർക്കുകൾ ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമയം കൂടുതൽ ചിലവഴിക്കേണ്ടത് കൂടുതൽ റിട്ടേൺ കിട്ടേണ്ട സ്ഥലത്തല്ലേ, അപ്പോൾ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദെൻ കമ്മിങ് ടു മാത്സ് ആൻഡ് റീസണിങ്. അപ്പോൾ മാത്സ് ആൻഡ് റീസണിങ്ങിനകത്ത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ബേസിക് മാത്സ് ആൻഡ് റീസണിങ് ആണ്. ഇതിനകത്ത് ഡിഫിക്കൽട്ടി ലെവൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്ര ബുദ്ധിമുട്ടൊന്നും അല്ല. ഇത് നമുക്ക് ഡിഫിക്കൽട്ടി ലെവൽ നോക്കാം. ഏകദേശം 7 ക്വസ്റ്റ്യൻസോളം ഈസി, പണ്ടായിരുന്നെങ്കിൽ ഈസി ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ മാർക്കും കുറഞ്ഞിട്ടുണ്ട്, എന്നാൽ ക്വസ്റ്റ്യൻസും അതേപോലെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോൾ അറൗണ്ട് ലാസ്റ്റ് ടൈം ഒരു 7 ക്വസ്റ്റ്യൻസ് ഈസിയും ഒരു 3 ക്വസ്റ്റ്യൻസ് മീഡിയമാണ് കണ്ടത്. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ അങ്ങനെ കഴിഞ്ഞ തവണ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. സോ ബേസിക്കലി മാത്സിൻ്റെ സ്റ്റാൻഡേർഡ് അത്ര ടഫല്ല, മാർക്കും ഒരുപാടൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് മാത്സ് എല്ലാം സ്റ്റാൻഡേർഡ് ഏരിയാസ് ആണ്. അതായത് നമുക്ക് ആവറേജ്, വർക്ക് ആൻഡ് ടൈം, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആൾജിബ്ര, ലോജിക്, സീരീസ് ആൻഡ് സീക്വൻസസ്, പെർസെൻറ്റേജ് ആൻഡ് റേഷ്യോ പ്രൊപ്പോർഷൻ, അങ്ങനെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് മാത്സിൽ കാണുന്ന പോർഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. സോ യു ജസ്റ്റ് നീഡ് സം പ്രോപ്പർ പ്രാക്ടീസ് ബേസ്ഡ് പ്രിപ്പറേഷൻ ഫോർ ദീസ് ക്വസ്റ്റ്യൻസ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ അത്യാവശ്യം ഒരു മീഡിയം ടു ഡിഫിക്കൽട്ടിനകത്തുള്ള ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ ടൈപ്സും നമ്മൾ വർക്ക്ഷീറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് ഇതിനകത്ത് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാത്സ് ഒട്ടും തന്നെ പേടിക്കേണ്ട ഒരു പരീക്ഷയല്ല ഇത്. പക്ഷേ പേടിക്കണം, ഇപ്പം നിങ്ങൾ പ്രോപ്പർലി പ്രാക്ടീസ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്സ് നിങ്ങൾക്ക് വളരെ അനായാസം നിങ്ങൾക്ക് ഇതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു എക്സാമാണ്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, നോട്ട് ടു ഡിഫിക്കൽട്ട്. അപ്പോൾ അതാണ് ഇതിനകത്ത് നമുക്ക് മാത്സിൽ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ സാമ്പിളാണ്. അപ്പോൾ നമുക്ക് ഒരു സിമ്പിൾ ആവറേജ് ചോദിച്ചിരിക്കുകയാണ്. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതേപോലെ തന്നെ ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് ടേം ഇൻ ദ സീരീസ് ഒക്കെ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഒരുപാട് സമയമൊന്നും നമ്മൾ ലോജിക്ക് ആലോചിച്ച് തല പുകയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. മീഡിയം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു സിമ്പിൾ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമൺ ഇൻട്രസ്റ്റിൻ്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് എന്താ പറയുക, ലോജിക് യൂസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ പോലെ തീരെ കുറവാണ്. അപ്പോൾ അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസും ചോദിക്കാറില്ല. അപ്പോൾ നമുക്ക് ഈ മീഡിയം ഈസി വെച്ച് തന്നെ പ്രോപ്പർലി നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ക്ലിയർലി score marks in this. So don't worry about it. മാത്സിനെ സംബന്ധിച്ചോളം അത്ര ട്രിക്കി അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. നൗ കമ്മിങ് ടു ഡെസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ പരീക്ഷയിൽ ഒരു വളരെ പ്രത്യേകമായിട്ട് വരുന്നൊരു പേപ്പറാണ് ഈ ഒരു 60 മാർക്കിൻ്റെ ഡെസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ. എന്തുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം ഈ ജോബ് ഡിമാൻഡ് ചെയ്യുന്നത് നമുക്ക് ലീഗൽ പാർലൻസിൽ കാര്യങ്ങൾ എഴുതാനും അത് വായിക്കാനും അല്ലെങ്കിൽ അതിനകത്തുള്ള ടേംസ് യൂസ് ചെയ്യാനും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീഗൽ ടേംസിന് ഓരോന്നിനും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത്തരം ടേംസ് പ്രോപ്പർലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി ആൾക്കാർക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇതിനകത്ത് ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസൊക്കെ വെച്ചിരിക്കുന്നതിനകത്ത്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ലെറ്റർ, പ്രസി, കോംപ്രിഹെൻഷൻ, എസ് എ ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നിലും നമുക്ക് ഫോർമാറ്റ് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഈ എസ് എ എന്താണ് ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ആൻ എസ് എ ഓൺ എനി ഓഫ് ദി ഫോളോയിങ് ടോപ്പിക്സ് നോട്ട് എക്സീഡിങ് 250 വേർഡ്സ്. ഓക്കെ, ഇപ്പോൾ വേർഡ് ലിമിറ്റ് ഉണ്ട്, സ്പേസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് തന്നെ നിൽക്കണം. ടൈം സ്പേസിൻ്റെ ലിമിറ്റ് കൺസ്ട്രെയിൻറ്റും ഉണ്ട്, വേർഡ് ലിമിറ്റും ഉണ്ട്. പിന്നെ എന്താ വെച്ചിരിക്കുന്നത്? ദി ഇമ്പാക്റ്റ് ഓഫ് ദി ഇൻഫ്ലക്സ് ഓഫ് മൈഗ്രൻ്റ് ലേബറേഴ്സ് ഓൺ ദി ഇക്കോണമിക് ആൻഡ് സോഷ്യൽ ലൈഫ് ഇൻ കേരള. അതായത് കേരളത്തിലേക്കുള്ള അതിഥി തൊഴിലാളികളുടെ കുടിയേറ്റം അല്ലെങ്കിൽ അവരുടെ മൈഗ്രേഷൻ. ആ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടാകുന്ന സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ഇസ് ദ സോഷ്യൽ ആൻഡ് ഇക്കോണമിക് ഇമ്പാക്ട്സ് ഓഫ് ദ മൈഗ്രേഷൻ ഓഫ് ഇൻഫ്ലക്സ് ഓഫ് മൈഗ്രൻ്റ് ലേബറേഴ്സ്. റൈറ്റ്. അപ്പം അത്തരത്തിലുള്ള സാമൂഹികമായിട്ട് സമകാലീന പ്രസക്തിയുള്ള ടോപ്പിക്കുകളാണ് എസ് എയിൽ ചോദിക്കുന്നത്. ആൻഡ് അതർ ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസൺസ് ദാറ്റ് കേരള ലേൺ ഫ്രം ദ ഫ്ലഡ്സ് ഓഫ് 2018 അതാണ് വേറൊരു ചോദ്യം. അപ്പോൾ പറഞ്ഞ പോലെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ഇവൻറ്റ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് എസ് എയിൽ വരുന്നത്. അപ്പോൾ വിച്ച് മീൻസ് ദാറ്റ് യു ക്യാൻ ബി വെരി വെൽ പ്രിപ്പയർഡ് ഇങ്ങനത്തെ ടോപ്പിക്കിന് വേണ്ടിയിട്ട്. ബിക്കോസ് നമുക്കറിയാം ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിന് ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ആ പോയിന്റ്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ
വളരെ നല്ല രീതിക്ക് എസ് എഴുതാനും പറ്റും. ഈ രണ്ടാമതായിട്ട് ഇപ്പോൾ നമുക്ക് പ്രിസി റൈറ്റിംഗ് ഉണ്ട്. പ്രിസി റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും മിക്കവാറും ആൾക്കാർ, പക്ഷേ അത് പിന്നീട് നമ്മളൊന്നും എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ അത് ഭയങ്കര ഒരു ടെക്നിക്കലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഫോർമാറ്റിൽ എങ്ങനെ ആ പ്രസിക്കകത്ത് നമുക്ക് അതിനെ ചുരുക്കി അതിൻ്റെ അർത്ഥം പോകാത്ത രീതിയിൽ ഇത്ര വേർഡ്സിനകത്തേക്ക് അതിനെ സമ്മറൈസ് ചെയ്യാം. അതാണ് പ്രസിയിനകത്ത് വരുന്നത്. അപ്പോൾ അതൊരു സ്കില്ലാണ്. അത് പ്രോപ്പർലി എങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് അറിയാവുന്ന ഒരു പ്രോപ്പർ ട്രെയിൻഡ് ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ അടുത്തുനിന്ന് നമ്മളത് പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എക്സാം ഹോളിൽ പോയിരുന്നിട്ട് ഇത് ചെയ്ത് റെഡിയാക്കാമെന്ന് വിചാരിച്ചേക്കരുത്, നടക്കത്തില്ല. കിട്ടാനുള്ള മാർക്ക് കൂടെ പോകും. കാരണം ഈ ഒബ്ജക്റ്റീവ് പേപ്പറിനകത്ത് നമുക്ക് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിനകത്തൊരു 35-40 മാർക്സ് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ്. അതുകൊണ്ട് മാത്രം നിങ്ങളുടെ റാങ്ക് കയറും, ഷുവറായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക എവിടെ സമയം റൈറ്റായിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത്തരം ഏരിയാസിലാണ് നിങ്ങൾ പ്രോപ്പർലി പ്രാക്ടീസ് ചെയ്യേണ്ടത്. അത് നല്ല ഗൈഡഡ് പ്രാക്ടീസ് തന്നെ ചെയ്യുകയും വേണം. ഓക്കെ. അതുപോലെ തന്നെ എസ് എയുടെ കേസിലും അത് തന്നെയാണ്. എസ് ഐക്കകത്തും ഇത് മാർക്ക് സ്കോർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന എന്തെങ്കിലും എഴുതി വയ്ക്കുക എന്നുള്ളതല്ല. എസ് ഐക്കകത്ത് മാർക്ക് എങ്ങനെയാണ് മാർക്ക് കൊടുക്കേണ്ടതെന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. എക്സാമിനർ വളരെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ സ്ട്രക്ചേർഡ് ആണോ അതിന് ഇത്ര മാർക്ക്, അല്ലെങ്കിൽ അതിനകത്ത് ഇപ്പം ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടോ, നമ്മുടെ ആർഗ്യുമെൻറ്റിനകത്തൊരു ഫ്ലോ ഉണ്ടോ, വായിച്ചു കഴിഞ്ഞാൽ കൊഹിറൻ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആണോ, ഓക്കെ, ഇതെല്ലാം കൂടെ തമ്മിൽ ഒന്നിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഡസ് ഇറ്റ് മേക്ക് സെൻസ്. ഇത്തരം കാര്യങ്ങൾ വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതിനൊക്കെ മാർക്കുണ്ട്. അപ്പോൾ നമ്മൾ അതിന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് നമ്മുടെ റൈറ്റിംഗ് പ്രാക്ടീസിൽ അത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ചുമ്മാ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടത്തില്ല. ആ ട്രെയിനിങ് അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ആൻഡ് സോ ദാറ്റ്സ് എ തിങ്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ടോപ്പേഴ്സിൻ്റെ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ള സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പേഴ്സിന് എല്ലാവർക്കും തന്നെ ഉള്ള ഒരു കാര്യം അവരുടെ വിന്നിങ് ആറ്റിറ്റ്യൂഡാണ്. അതായത് ദേ ആർ വെരി സെൽഫ് മോട്ടിവേറ്റഡ്, സെൽഫ് ഡിസിപ്ലിൻഡ്. അവർക്കൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും പരീക്ഷ കിട്ടില്ല എന്നുള്ളതല്ല. അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ഡു മൈ ബെസ്റ്റ് എന്നുള്ളൊരു സാധനം അവർക്കുണ്ട്. ദേ വോണ്ട് ടു ട്രൈ ദ ബെസ്റ്റ്. അതിന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ കൂടുതലായിട്ടും സെൽഫ് ഇവാലുവേറ്റ് ചെയ്ത് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി എങ്ങനെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കും വേണം ഇങ്ങനെ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. അതാണ് ഫസ്റ്റ് തിങ്, ടു ഹാവ് ദറ്റ് വിന്നിങ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ടു ബി വെരി മോട്ടിവേറ്റഡ്. ആൻഡ് നെക്സ്റ്റ് സെക്കൻഡ് തിങ് ഇസ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്താണ്? ഡിസിപ്ലിൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ എല്ലാം കൂടെ അവസാനം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കുറച്ചായിട്ട് അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്ത് പോയി കഴിഞ്ഞാൽ സമയത്ത് ലാസ്റ്റിലാകുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് നീഡ് ഇസ് ഓരോ ദിവസം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അതായത് ഇന്നൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അതിൻ്റെ ടെസ്റ്റ് എഴുതുകയാണെങ്കിൽ ടെസ്റ്റ് എഴുതുക, പ്രാക്ടീസ് വർക്ക്ഷീറ്റ് തരുവാണെങ്കിൽ അത് ചെയ്യുക, അതിൻ്റെ കറക്ഷൻ ചെയ്തിട്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളത് മേടിക്കുക. അപ്പോൾ ഇതെല്ലാം സമയത്ത് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അല്ലാതെ ഡിസിപ്ലിൻ എന്ന് വയ്ക്കുമ്പോഴത്തേക്കും പട്ടാളച്ചിട്ടയിൽ രാവിലെ 4 മണിക്ക് എണീറ്റ് തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് അങ്ങനെ പുഷപ്പ് എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട ഒരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. ആ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഉഴപ്പാതെ അത് എന്നാന്ന് ചെയ്യേണ്ടത് ചെയ്യുക. ആൻഡ് വെറുതെ ചെയ്യുകയല്ല, അത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതെങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മളതെടുത്തിട്ട് നമ്മളത് ആൻസർ ചെയ്ത് അതിൻ്റെ കറക്ഷൻസ് നോക്കി അതിനകത്ത് നിന്ന് എന്തുകൊണ്ട് നമ്മൾ തെറ്റിച്ചു, ആ തെറ്റിച്ചതിന് നമുക്ക് എന്ത് മനസ്സിലായി, അതെങ്ങനെ പ്രിപ്പറേഷനിലേക്ക് തിരിച്ച് കൊണ്ടുപോകാം, ആ രീതിയിലൊരു ഫീഡ്ബാക്ക് പ്രോസസ്സിലൂടെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പിലൂടെയാണ് നമ്മൾ ഇമ്പ്രൂവ് ആവേണ്ടത്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് നമ്മൾ ഈ വർക്ക്ഷീറ്റും പ്രാക്ടീസും ഒക്കെ ചെയ്യാനുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പോവുക. അങ്ങനെ അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളവരാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളവർ. അല്ലാതെ ഇവർക്ക് ആർക്കും വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. ഇവരൊക്കെ സാധാരണ ആൾക്കാരാണ്. അവരാകെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് പകരം എന്താണോ പരീക്ഷയ്ക്ക് വേണ്ടത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ അവർ ചെയ്തു. ഇത് ചെയ്തുകൊണ്ടാണ് ടോപ്പേഴ്സ് ആവുന്നത്. അല്ലാതെ ടോപ്പേഴ്സിന് വേറെ ഒരു പ്രത്യേകതയില്ല. നിങ്ങളും ടോപ്പർ തന്നെയാണ്. ജസ്റ്റ് ദാറ്റ് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ടോപ്പർ ആവാൻ പറ്റാത്തത്. വേറെ ഒരു കാരണമല്ല. കഴിവിൻ്റെ ഒരു കാര്യമൊന്നും ഇതിനകത്തൊരു ഫാക്ടറേ അല്ല. ആൻഡ് നമ്മുടെ റിസൾട്ട്സ് അതിൻ്റെ എന്താ പറയുക എവിഡൻസ് ആണ്. ഓക്കെ. സോ കമ്മിങ് ബാക്ക് ടു അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടൈം മാനേജ്മെൻറ്റ്. പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്ന് നമുക്ക് പഠിക്കാനുള്ള സമയം കുറവാണ്. ഇപ്പോൾ നിങ്ങൾ ഫ്രഷർ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ആൾക്കാരായിക്കോട്ടെ, ബട്ട് ദർ സ്റ്റിൽ ഈ പരീക്ഷയെ സംബന്ധിച്ചോളം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അത് പഠിക്കാനായിട്ട് കുറച്ച് സമയമുള്ളൂ. ആ ഉള്ള സമയത്തിനുള്ളിൽ അത് നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നതിന് പകരം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യം തന്നെ പഠിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫർട്ട് ഇടുക. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പ്രോപ്പർലി നമുക്ക്
ഇപ്പോൾ KS മെൻറ്ററിൽ നമ്മുടെ കോഴ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മെറ്റീരിയൽസ്, ഇതെല്ലാം തന്നെയും ക്ലാസ് കണ്ടൻറ്റ്, ഇതെല്ലാം ഈ പരീക്ഷയ്ക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ആൻഡ് അതിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള സിസ്റ്റം ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, ഞങ്ങളുടെ സീക്രട്ട്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻ എന്താ പറയുക, ടെസ്റ്റ് സീരീസ് അല്ലെങ്കിൽ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ടെസ്റ്റുകൾ കോഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു 3 months തന്നെ നമ്മളൊരു 1600 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ അറൗണ്ട് 6400, അതിൻ്റെ 4 ഇരട്ടി ടോപ്പിക്സ് നമ്മൾ ടച്ച് ചെയ്യുകയാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിലൂടെ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ വൈഡറായിട്ട് നമ്മുടെ ടൈം ഏറ്റവും ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിനൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. ആ പ്രാക്ടീസിലൂടെ നമ്മൾ അതിൻ്റെ എന്താ പറയുക, എക്സ്പ്ലനേഷനും നമ്മളതിൻ്റെ ഡിസ്കഷനും അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് 4 ടോപ്പിക്സോളം നമ്മൾ ടച്ച് ചെയ്യുകയാണ്. അപ്പോൾ 1600 ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഓൾമോസ്റ്റ് കവറിങ് ഓൾമോസ്റ്റ് എവറിത്തിങ് ദാറ്റ് ക്യാൻ ബി ആസ്ഡ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മൾ പ്രോപ്പർലി ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിലൂടെ ഈ നമ്മുടെ ടൈം മാനേജ് ചെയ്ത് പഠിക്കുന്നതിനകത്ത്. അത് മാത്രമല്ല, ഈ ചോദ്യങ്ങളിനകത്തെല്ലാം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടൈപ്പുകളും ക്വസ്റ്റ്യൻ പാറ്റേണും വെച്ച് ചെയ്തിട്ടുള്ള ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അത് നിങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ വാസ് സേയിങ് ഇസ് അവർ സീക്രട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരുപാട് കേൾക്കുന്നുണ്ട്, AI എന്ന് എല്ലാവരും കേൾക്കുന്നുണ്ട് അല്ലേ, ChatGPT എന്നുള്ളത് എല്ലാവരും കേൾക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയില്ല. എനിക്കൊന്ന് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ KS Mentor what we are trying to do is we are the first ones that actually bring that power of AI into bringing designing questions and designing courses for preparation. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI ഉപയോഗിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും ഒരു പരീക്ഷയിൽ എന്ത് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് വരുന്നതെന്നും വരാൻ സാധ്യത ഉള്ളതെന്നും അത് ബേസ് ചെയ്തിട്ട് AIക്ക് ഈവൻ ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റ് ചെയ്യാൻ വരെ സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി വേസ് ഒന്നും ഇല്ല. അത് AIക്ക് അതിൻ്റെ പ്രീവിയസ് ഡേറ്റ വെച്ചിട്ട് പറയാൻ പറ്റും നമുക്ക് ഇത്തവണ നമുക്ക് ഇന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോബിലിറ്റി ബേസ് ചെയ്തിട്ട് ഇടുന്ന ക്വസ്റ്റ്യൻസ് ആവുന്നതുകൊണ്ട് പരീക്ഷയ്ക്ക് വരാനുള്ള ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ്. ആൻഡ് നൗ ഇന്ന് ആ AIയുടെ പവർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം നമ്മുടെ ഇതിനു മുമ്പുള്ള ടോപ്പേഴ്സ്, നമ്മൾ KS തുടങ്ങി എല്ലാ പരീക്ഷകളിലും ഈ അപ്രോച്ച് നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച ഒരു സാധനമാണ്. അപ്പോൾ അത് നിങ്ങൾക്കും യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഡോണ്ട് ഹെസിറ്റേറ്റ്, മേക്ക് യൂസ് ഓഫ് ലേറ്റസ്റ്റ് ടെക്നോളജി ഫോർ യുവർ പ്രിപ്പറേഷൻ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദാറ്റ്. നൗ ഇതാണ് KS Mentor നമ്മൾ ഓഫർ ചെയ്യുന്ന ഹൈക്കോർട്ടിൻ്റെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പം ഈ ക്ലാസ്സസ് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് അവർ ഓൺ കസ്റ്റം ബിൽറ്റ് AI ടൂളാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ കോഴ്സിനകത്ത് വരുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രയോറിറ്റി ടോപ്പിക്സിൻ്റെ ലൈവ് ക്ലാസ്സസ് നമ്മൾ തരുന്നുണ്ട്. അത് പോരാത്തതിന് അഡീഷണൽ ആയിട്ടുള്ള റെഫറൻസിന് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്. ആൻഡ് ഓൾസോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് പ്രാക്ടീസ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഡെയിലി ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, ഇത് പോരാത്തതിന് ഫുൾ ലെങ്ത് ആക്ച്വൽ എക്സാം മോഡൽ ടെസ്റ്റ് സീരീസ്. അപ്പം നമുക്ക് ആക്ച്വൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പലതവണ ആക്ച്വൽ എക്സാം ഹാളിലെ എക്സ്പീരിയൻസ് നമ്മൾ നേരിട്ട് അഭിമുഖീകരിച്ച് നമ്മുടെ മനസ്സിനെ നമുക്ക് ഫുള്ളി പ്രിപ്പയർ ചെയ്യാൻ പറ്റും ടു ഫേസ് ദാറ്റ് എക്സാം ആൻഡ് ക്ലിയർ ഇറ്റ്, റൈറ്റ്. ആൻഡ് ഓൾസോ കോഴ്സിൻ്റെ ഭാഗമായിട്ടും ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. ബിക്കോസ് ഇറ്റ്സ് വെരി സ്ട്രക്ചർഡ്. ഞാൻ പറഞ്ഞ പോലെ ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് കവർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് സമയത്ത് ചെയ്ത് പോയാലേ പറ്റുള്ളൂ. സോ വി ഡിസൈൻ എ പ്രോപ്പർ സ്ട്രക്ചേർഡ് ടൈം ലൈൻ ബേസ്ഡ് പ്ലാൻ ഫോർ യു, സോ ദാറ്റ് ഓരോ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല, ഈ പരീക്ഷയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അതുകൊണ്ട് വി ഹാവ് വെരി സ്പെഷ്യൽ ഗൈഡഡ് ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് പ്രാക്ടീസ് സെഷൻസ്. ഇംഗ്ലീഷ് മാത്രമല്ല, GK ആയാലും റീസണിങ് മാത്സിനായാലും നമ്മുടെ സ്പെഷ്യൽ വർക്ക്ഷീറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് ഇത്തവണ റാങ്ക് ഉറപ്പിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് പ്ലീസ് ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അഡ്മിഷൻസ് കുറവാണ്. ബിക്കോസ് മാക്സിമം ഓഫ് 1000 സ്റ്റുഡൻസ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് എടുക്കുന്ന സ്റ്റുഡൻസിന് അതിന് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. ആൻഡ് അതുകൊണ്ട് തന്നെ വി വോണ്ട് ടു ബി ഏബിൾ ടു ഗിവ് യു ദാറ്റ് ലെവൽ ഓഫ് ക്ലിയർഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ്. സോ വി have limited seats, so make sure that ഈ 2024 ആവട്ടെ, നിങ്ങൾ ഈ സർക്കാർ ജോലി നിങ്ങളുടെ സ്വപ്നമാണെന്നുണ്ടെങ്കിൽ അത് കിട്ടുന്ന വർഷം ഇതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ആൻഡ് വി വുഡ് ലവ് ടു ബി എ പാർട്ട് ഓഫ് യുവർ ജേർണി ടു അച്ചീവ് യുവർ ഡ്രീംസ്. സോ ദാറ്റ്സ് ഇറ്റ്.
താങ്ക് യു.